എനിക്ക് ഉമ്മാന്റെ റൂമിൽ താൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചുകൂടെ? കുടുംബക്കാരൊക്കെ വരുന്നതല്ലേ ഉമ്മാനെ കാണാന്. എന്താ ഒരു മരുന്ന് വേണോ ആ റൂമില്? ഇടയ്ക്കൊന്ന് മാറ്റി വിരിച്ചുകൂടെ എനിക്ക്? നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ വിഷമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് മാറ്റി വിരിച്ചൂടെ? എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്നുണ്ടാ? അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഉമ്മാനെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി നിൽക്കുകയാണ്. എന്റെ മൈന് നിന്നെ എന്താ ചെയ്തത്? എന്റെ അമ്മ എന്റെ അമ്മാന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ഉമ്മാനെ കൊണ്ട് തന്നെ പറയും ബെഡ്ഷീറ്റൊക്കെ മാറ്റാന്. പിന്നെ എന്തിനാ എന്നെ കൊണ്ട് വന്ന് പറയണത്? ഇനി ഉമ്മ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാറ്റി, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ വിരിച്ചോളാം. എന്റെ ഉമ്മയല്ലേ, എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റാലോ. സ്വന്തം ഉമ്മ തന്നെയല്ലേ, അങ്ങോട്ട് നോക്കട്ടെ. ഇവിടത്തെ കാര്യം പറയാണ്ടിരിക്കുന്നതാ നല്ലത്. ശരിയടി, ഞാൻ പിന്നെ വിളിക്കാട്ടെ നിന്നെ. നോക്കി, ആദ്യമൊക്കെ നിങ്ങളുടെ ഉമ്മാന്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോയി നിൽക്കുമല്ലോ, 1-2 ദിവസമൊക്കെ. ഇപ്പൊ എന്താ നിങ്ങളുടെ ഉമ്മ പോവാത്തത്? പോയി നിൽക്കാൻ പറയാം അവിടെ. എന്നാ പിന്നെ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോവായിരുന്നു കുറച്ച് ദിവസം. മുമ്പൊക്കെ നിങ്ങളുടെ ഉമ്മ ആങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് സമാധാനത്തിൽ സ്വസ്ഥമായിട്ട് ഈ വീട്ടിലിരിക്കായിരുന്നു. ഇപ്പൊ അതിനും പറ്റാണ്ടായി. നമുക്ക് വേണ്ട ജീവിതത്തിൽ ഒരു സമാധാനമൊക്കെ. ഒരു സിനിമയ്ക്ക് പോയിട്ട് തന്നെ എത്രയായി? കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മായിയമ്മയില്ലാത്ത ഒരു മകനെ വേണം കല്യാണം കഴിക്കാൻ. എന്നാ പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോ എപ്പോഴും ഗോതമ്പ് ദോശയും ചപ്പാത്തി മതിയായി, എനിക്ക് വെറുത്ത്. നോക്കി, എന്റെ ഒരു കൂട്ടുകാരിയില്ലേ സബീന, നിങ്ങൾക്ക് അവളെ അറിയും? അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവളെ അവളുടെ അമ്മായിയമ്മനെ ഓൾഡ് ഏജ് ഹോമിലാക്കിന്ന്. എന്താ സുഖത്ര അമ്മായിയമ്മയ്ക്ക് അവിടെ നല്ല ഫുഡും നിറയെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കണോന്ന്. ഒരു കുഴപ്പമില്ലാത്രേ. നമുക്ക് നമ്മുടെ ഉമ്മാനെ അവിടെ കൊണ്ടുപോയി ആക്കിയാലോ? ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇതാ ഇപ്പൊ വിളിച്ചേയുള്ളൂ, അവൾ അഡ്രസ്സും തന്നിട്ടുണ്ട്. നമുക്ക് ബുക്ക് ചെയ്യാ. പിന്നെ നീനേ എന്റെ ഉമ്മാനെ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്റെ ഉമ്മാനെ. ഇതാ ഭക്ഷണം, ഇത് കഴിക്കേ. ഞാൻ കുറെ ആയില്ലേ എന്റെ ആങ്ങളിനെ അവന്റെ മക്കളിനെ ഒക്കെ ഒന്ന് കണ്ടിട്ട്. നീ ജോലിക്ക് പോകുമ്പോഴേ എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടാക്കിത്താ. ഞാൻ അവിടെ ഒരാഴ്ച ഇരുന്നിട്ട് വരാം. ഞാൻ പോയി കഴിഞ്ഞാൽ അവനിക്ക് നല്ല സന്തോഷമാവും. ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ ഒരു തോന്നല്? ഒന്നുമില്ല, കുറെ ആയില്ലേ പോയിട്ട്. നിങ്ങൾ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഉമ്മാക്ക് ആങ്ങളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. പാവ ഉമ്മാക്ക് ഉമ്മാന്റെ ആങ്ങളെ കാണാനേ ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾ കൊണ്ടാക്കിയിരുന്ന പിന്നെ ഉമ്മാനെ. ഉമ്മ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. ഉമ്മക്ക് കാണാൻ തോന്നിയിട്ടായിരിക്കും. നിങ്ങൾ എന്തായാലും കൊണ്ടാക്കി കൊടുക്കും ഉമ്മാനെ. ഉമ്മക്ക് അങ്ങോട്ട് പോകണമെന്ന് നിർബന്ധമാണെങ്കിലേ ഞാൻ ജോലിക്ക് പോകുമ്പോ നാളെ കൊണ്ടാക്കി തരാം. ശരി. ഞാൻ പിന്നെ ഉമ്മാന്റെ സാരിയും ഡ്രസ്സൊക്കെ ബാഗിലെടുത്ത് വെക്കാം ഇപ്പൊ തന്നെ. വരുന്നു. ഡ്രസ് ഇതിലേ 2 ആഴ്ചത്തേക്കുള്ള ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ മാന്റെ കയ്യിൽ ഡ്രസ്സ് കൊടുത്തു വിടാം. ഉമ്മക്ക് എപ്പോ തോന്നണോ അപ്പൊ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ ഒരു കുഴപ്പമില്ല. സമാധാനമായി. ഇനിയിപ്പോ സ്വസ്ഥമായിട്ട് ഒന്ന് ഇരിക്കാലോ. സുലു, ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇങ്ങോട്ട് വരികയാണ് ഇത്ര. ആങ്ങളേക്ക് എന്തോ ഭാര്യ വീട്ടിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടേ അവിടെ ഉമ്മാനെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടാക്കണെന്ന് പറഞ്ഞു. ഒന്നിത്തിരി മനസമാധാനത്തിൽ ഇരുന്ന് വരികയായിരുന്നു. അപ്പോഴേക്കും നിങ്ങളുടെ ഉമ്മ ഇങ്ങോട്ട് വരികയാണ്. ഏതെങ്കിലും വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കിയത് നിങ്ങളുടെ ഉമ്മാനെ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യാലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉമ്മ ഒരു ബാധ്യതയാണെന്ന്? ഇപ്പൊ മനസ്സിലായില്ലേ ഉമ്മ ഇല്ലാത്തതാണ് രസം എന്ന്? ഇപ്പോഴാണ് നിങ്ങൾക്ക് നല്ല ബുദ്ധി വന്നത്.
ആ നീയല്ലേ അന്ന് പറഞ്ഞത് നിന്റെ കൂട്ടുകാരി ഏതോ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ തന്നു ഓൾഡ് ഏജ് ഹോമില്. എന്നാ പിന്നെ വിളിച്ച് ബുക്ക് ചെയ്യ്. എന്നാ പിന്നെ നാളെ ആങ്ങളെ ഉമ്മാനെയും കൂട്ടിയിട്ട് വരുമ്പോഴേ നമുക്ക് എന്നാ പിന്നെ കയ്യോട് പോയിട്ട് വൃദ്ധസ്ഥാനത്തിലാക്കുകയും ചെയ്യുക. സമയം വൈകിക്കണ്ട, വിളിച്ച് ബുക്ക് ചെയ്യ്. ആ ഞാൻ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം. ഓ ഇക്കാന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്ന് വിചാരിച്ചില്ല. ഹലോ, ഓൾഡ് ഏജ് ഹോം അല്ലേ? ഒരു അഡ്മിഷന് വേണ്ടിയായിരുന്നു. ആ ഡീറ്റെയിൽ പറയാം. നാളെ തന്നെ വരും. ഉമ്മ ഇതെന്താ പെട്ടെന്ന്? നിനക്കെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞോടാ ഉമ്മ വരുന്ന കാര്യം. എന്നാ പിന്നെ ഞാൻ ചിക്കൻ വാങ്ങി കറി വെച്ചിട്ടുണ്ടാവും. ഉമ്മ വരുമ്പോ എന്തായാലും മീൻ കറി ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞതാണല്ലോ അളിയന്റെ അടുത്ത്. എന്തായാലും ഇനി ഒരാഴ്ച ഇവിടെ ഇരുന്നിട്ട് പോയാൽ മതി, എന്നിട്ട് തന്നെ നിങ്ങളെ വിട്ടാക്കുള്ളൂ. അപ്പൊ ഉമ്മക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ച് ഉണ്ടാക്കി തരാം. വരും. എന്നാ പിന്നെ പോകാല്ലേ? വരിയമ്മ. നിങ്ങളുടെ മരുമാനെ നിങ്ങളുടെ മകളെ നിങ്ങളെ വൃദ്ധസാധനത്തിലാക്കാൻ വേണ്ടിട്ടേ ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വൃദ്ധസാധനത്തിലാ? എന്നെയാ? എടി ദുഷ്ടത്തി, നിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രസവിച്ച് ഇത്രയും വളർത്തി വലുതാക്കിയത്? അതുമ്മ നിങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്? ഞാൻ എന്റെ ഉമ്മാനെ എപ്പോ വൃദ്ധസാധനത്തിലാക്കാൻ പറഞ്ഞു? ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഉമ്മാനെ കൊണ്ട് ആങ്ങളെ വരുന്നുണ്ട്, ആങ്ങളക്ക് ഭാര്യ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ഉമ്മാനെ ഇവിടെ കൊണ്ടാക്കാൻ പോവുകയാണെന്ന്. അപ്പൊ നീയല്ലേ പറഞ്ഞ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കാന്, എന്നിട്ട് നീ തന്നെയല്ലേ ബുക്കും ചെയ്തത്. അതിനാ നിങ്ങളുടെ ഉമ്മാനെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തത്. ദുഷ്ടത്തി, അവന്റെ ഉമ്മാനെ വൃദ്ധസ്ഥാനത്തിലാക്കാനേ നീ ആരാണ്ടി? ഇങ്ങനെയാണ് ഞാൻ നിന്നെ വളർത്തിയത്. നിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവന്റെ ഉമ്മാനെ വൃദ്ധസ്ഥാനത്തിലാക്കാൻ വേണ്ടിയിട്ട് അവള് ബുക്ക് ചെയ്തിരിക്കണ്. നിന്നെങ്ങനെയാണ് ഞങ്ങൾ വളർത്തിയത്? ഞങ്ങൾക്ക് പേര് ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനിച്ചവളെ. ഞാൻ എങ്ങനെയാണോ നിന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയത് അതുപോലെ തന്നെയാണ് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച് വളർത്തിയത്. എന്നിട്ട് നീക്ക് കല്യാണം കഴിച്ചു തന്നത്. ഇവന്റെ ഉമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവോ നിന്നെ പോലെ ഒരു മരുമകളെ? എല്ലാ അമ്മമാരുടെയും മനസ്സിൽ ആവലാതിയായിരിക്കും ആൺമക്കൾ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന മരുമകൾ എങ്ങനെയുള്ളവളായിരിക്കുമോന്ന്. എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഇവൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണ് എങ്ങനെയുള്ളവളായിരിക്കും, എന്നെ നോക്കുമെന്നൊക്കെ. ഭാഗ്യം കൊണ്ട് നിന്നെ പോലെ ഒരു മരുമകളിലല്ലേ എനിക്ക് കിട്ടിയത്. അവൾ എന്നെ പൊന്നുപോലെ നോക്കണമുണ്ട്. അവളവളുടെ ഉമ്മാക്ക് സുഖമില്ലാണ്ട് കൂടി പോകാണ്ട് നിൽക്കുകയായിരുന്നു. ഞാനവിടെ ഒറ്റയ്ക്കല്ലേന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനാ പറഞ്ഞു നിർബന്ധിച്ചിട്ട്, നീ നിന്റെ ഉമ്മാനെ പോയി നോക്ക്, 2 ദിവസം അവിടെ പോയി നിൽക്ക്, ഉമ്മാനെ ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട് അവളെ നിർബന്ധിച്ച് വിട്ടാക്കിയത്. അപ്പൊ നിന്നെ കണ്ടിട്ട് കുറച്ചായില്ല, അപ്പൊ നിന്റെ കൂടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. വന്നപ്പോ ഇതല്ലേ ഇവിടുത്തെ അവസ്ഥ. വിളിച്ച് ബുക്ക് ചെയ്തിരിക്കണ അവള്. ഞാനിനി ഇവിടെ നിൽക്കണില്ല. നീയേ എന്നെ വൃദ്ധസ്ഥാനത്തിൽ ആക്കിയാലേ ഓക്കും. മോനെ വാ, നമുക്ക് പോവാ. ഇവിടെ അടുത്ത് മനുഷ്യന്മാരെ നിൽക്കുവോ? ഉമ്മ മിണ്ടരുത്. നീ മര്യാദയ്ക്ക് അവന്റെ ഉമ്മാനെ നീ സ്വന്തം ഉമ്മാനെ പോലെ നോക്കിക്കോ. എനിക്ക് നിന്നെ കൊണ്ട് അത്രേ പറയാനുള്ളൂ. എന്താണ്ട് ഇത്? നോക്കി, നിങ്ങൾ പോയിട്ടേ നിങ്ങളുടെ ഉമ്മാനെ അങ്ങോട്ട് കൂട്ടിയിട്ട് വരി.